നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും നോട്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. ഇത് 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ബാക്കി 3 പാർട്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഗുരുനാനാക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഗുരുനാനാക്കിൻ്റെ പോർഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർസ് ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ? അതായത് ജനങ്ങൾക്കിടയിൽ ഇക്വാലിറ്റി എന്ന് വെച്ചാൽ സമത്വത്തെയും ആൻഡ് റിലീജിയസ് ഹാർമണി എന്ന് വെച്ചാൽ മതസൗഹാർദ്ദത്തെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ട് കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു? ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദവും പിന്നെ ഇക്വാലിറ്റി സമത്വവും വളർത്താൻ വേണ്ടിയിട്ട് കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ ഒരു ആൻസറായിട്ട് എഴുതണം. നമുക്ക് നോക്കിയാലോ അതിൻ്റെ ആൻസർ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയോ, 1 2 3 നമ്പർ ഇട്ട് പോയിന്റ് വൈസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ 1 2 3 നമ്പർ ഇട്ട് കൊടുത്തേക്കുക. പിന്നെ എക്സാമിന് നിങ്ങളിത് പേപ്പറിൽ എഴുതുമ്പോൾ ടീച്ചറിന് പെട്ടെന്ന് നോക്കി മാർക്ക് ഇടാനും എളുപ്പമായിരിക്കും. അപ്പോൾ കറക്റ്റ് പോയിന്റ് 1 2 3 ഇങ്ങനെ എഴുതിയേക്കുമ്പോൾ ടീച്ചറിന് അത് കാണുമ്പോൾ സന്തോഷവും അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാർക്കും അവിടെ വീഴും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കിയോ, കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. കബീർ പ്രവർത്തിച്ചിരുന്നത് സ്റ്റുഡ് ഫോർ എന്തിനായിരുന്നു? ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തിനും ആൻഡ് ബ്രദർഹുഡ് സാഹോദര്യത്തിനും വേണ്ടിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ കബീർ പ്രവർത്തിച്ചിരുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തിനും സാഹോദര്യത്തിനും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കിയോ, ഹി ആർഗ്യൂഡ് ദാറ്റ്, അദ്ദേഹം ആർഗ്യൂ ചെയ്തു, വാദിച്ചു, that caste system, untouchability, religious rituals, idol worship etc. were meaningless. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മീനിങ്ലെസ്, അർത്ഥശൂന്യമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, പിന്നെ റിലീജിയസ് റിച്വൽസ് എന്ന് വെച്ചാൽ മതപരമായ അനുഷ്ഠാനങ്ങൾ, ഐഡോൾ വർഷിപ്പ് എന്ന് വെച്ചാൽ വിഗ്രഹാരാധന, നമ്മൾ വിഗ്രഹം വച്ചിട്ടുള്ള ആരാധന ഉണ്ടല്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ, അപ്പോൾ ഐഡോൾ വർഷിപ്പ്, വിഗ്രഹാരാധന, ഇതൊക്കെ ഇതൊക്കെ മീനിങ്ലെസ് ആണ് അല്ലെങ്കിൽ ഇതൊക്കെ അർത്ഥശൂന്യമാണ് എന്നാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തത്, വാദിച്ചത്. അടുത്ത പോയിന്റ്, കബീർ ക്രിട്ടിസൈസ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലീഗസി, വെൽത്ത് എക്സെട്ര. അതായത് കബീർ ക്രിട്ടിസൈസ് എന്ന് വെച്ചാൽ വിമർശിച്ചു. എന്തിനാണ് വിമർശിച്ചത്? ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങളെയും, പിന്നെ ബേസ്ഡ് ഓൺ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വിവേചനങ്ങൾ? ബേസ്ഡ് ഓൺ കാസ്റ്റ് ജാതി, റിലീജിയൻ മതം, റേസ് വർഗം, ലീഗസി കുടുംബ മഹിമ, പിന്നെ വെൽത്ത് സ്വത്ത്, അല്ലേ? വെൽത്ത് എന്ന് വെച്ചാൽ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത്, ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഡിസ്ക്രിമിനേഷനെ, വിവേചനത്തെ അദ്ദേഹം എന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്തു, വിമർശിച്ചു. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ്, ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻസ് കംപ്ലീറ്റ്ലി. മതപരമായ ട്രഡീഷൻസ് എന്താണ്? അനുഷ്ഠാനങ്ങൾ, റിലീജിയസ് ട്രഡീഷൻസ് എന്ന് വെച്ചാൽ മതപരമായ അനുഷ്ഠാനങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിരസിച്ചു. ഹി ബിലീവ്ഡ് ഇൻ ഫോംലെസ് ഗോഡ്. അദ്ദേഹം ഒരു രൂപമില്ലാത്ത ദൈവത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഫോംലെസ് ഗോഡ്, അതായത് ദൈവത്തിന് ഇന്നൊരു രൂപമൊന്നും നമുക്ക് കൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫോംലെസ്, രൂപമില്ലാത്ത അല്ലെങ്കിൽ അരൂപിയായ ദൈവത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചത്. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. പിന്നെ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തു, അതായത് പ്രചരിപ്പിച്ചു. എന്താണ്? ഭക്തി എന്ന് പറയുന്നത് മീൻസ് ഓഫ് സാൽവേഷൻ, ഒരു മോക്ഷമാർഗമാണ് എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ആൻസറായിട്ട് എഴുതാനുള്ളത് കേട്ടോ. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഭക്തി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രചാരകരെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ബസവണ്ണയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, പിന്നെ കബീറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുനാനാക്കിനെ കുറിച്ചാണ്. ഗുരുനാനാക്ക്. അപ്പോൾ ഗുരുനാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ്. ഗുരുനാനാക്ക് ലവ് സ്നേഹവും, ബ്രദർഹുഡ് സാഹോദര്യവും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു കഥയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. Once Guru Nanak and Bhai Mardana came to rest at Sajan Takh's Inn. ഒരു ദിവസം ഈ ഗുരു നാനാക്കും
ഭായി മർദാന എന്ന് പറയുന്ന ഒരാളും കൂടി സജൻ തഗ് എന്ന് പറയുന്ന ഒരാളുടെ സത്രത്തിൽ INN എന്ന് വെച്ചാൽ സത്രം, ആ സത്രത്തിൽ വന്നു. ഹി ഹാഡ് എ ഹാബിറ്റ് ഓഫ് റോബിങ് ദോസ് ഹൂ സ്റ്റേഡ് ദെയർ. അയാൾക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അയാളുടെ ഈ സത്രത്തിൽ വിശ്രമിക്കാൻ വരുന്നവരെയൊക്കെ അയാൾ എന്ത് ചെയ്യും, കൊള്ളയടിക്കും. അതായിരുന്നു അയാളുടെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നോയിങ് ദിസ് ഗുരു നാനാക്ക് ഡിഡ് നോട്ട് വാണ്ട് ടു റെസ്റ്റ് ഫോർ ദ നൈറ്റ്. ഇത് അറിഞ്ഞ ഗുരു നാനാക്കിന് തനിക്ക് രാത്രി വിശ്രമിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇൻസ്റ്റെഡ്, അതിന് പകരം ദേ സ്റ്റാർട്ടഡ് സിംഗിങ്. അദ്ദേഹം പാട്ടൊക്കെ പാടാൻ തുടങ്ങി. സിംഗിങ് ഷബാദ്, അദ്ദേഹം ഒരു ഷബാദ് എന്ന് പറയുന്ന ഗാനം ആലപിച്ചു. അതെന്ന് പറയുന്നത്, ഷബാദ് എന്ന് പറയുന്ന ആ ഗാനം എന്ന് പറയുന്നത് പ്രെയർ സോങ്സ് കമ്പോസ്ഡ് ബൈ ഗുരുനാനാക്ക്. ഗുരുനാനാക്കിനെ കമ്പോസ് ചെയ്ത ഒരു പ്രെയർ സോങ് ആയിരുന്നു. ദ റെസൈറ്റൽ മീൻഡ് ഇറ്റ് വാസ് അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്. അദ്ദേഹം ഈ പാടിയ പാട്ടിൻ്റെ റിസൈറ്റൽ എന്ന് വെച്ചാൽ അദ്ദേഹം പാരായണം ചെയ്തതിൻ്റെ മീനിങ്, അതായത് ഷബാദ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത ഒരു ഗാനമാണ് അദ്ദേഹം അവിടെ പാടിയത് അല്ലെങ്കിൽ പാരായണം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആ പാടിയതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മീൻസ് ഇറ്റ് വാസ് അൺജസ്റ്റ്, ഇത് അന്യായമാണ്, അൺജസ്റ്റ് ആണ്, അന്യായമാണ്. എന്ത്? ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരെ കൊള്ളയടിക്കുന്ന, ലൂട്ട് എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക. അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ സമ്പാദ്യം കൊള്ളയടിക്കുന്നത് അൺജസ്റ്റ് ആണ്. അൺജസ്റ്റ് എന്ന് വെച്ചാൽ അന്യായമാണ്. ഇതാണ് അദ്ദേഹം പാടിയ ആ വരികളുടെ മീനിങ് എന്ന് പറയുന്നത്. സജൻ തഗ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് വെൻ ഹി ലിസൺ ടു ദ ലിറിക്സ് ഓഫ് ദി സോങ്. ഈ സോങ്ങിൻ്റെ വരികൾ കേട്ടപ്പോൾ സജൻ തക്കിന് തൻ്റെ തെറ്റ് മനസ്സിലായി, അദ്ദേഹം മനസ്സിലാക്കി. ഹി ബെഗ്ഡ് ഗുരു ഫോർ ഫോർഗീവ്നെസ്. അദ്ദേഹം ആ ഗുരുവിനോട് ക്ഷമയാചിച്ചു. ഗുരു നാനാക്ക് അഡ്വൈസ്ഡ് ഹിം ടു ഗീവ് ബാക്ക് ഓൾ ദ സ്റ്റോളൻ വെൽത്ത് ടു ദ പുവർ ആൻഡ് ടു ലീവ് ഓണസ്റ്റ്ലി. അദ്ദേഹം എന്ത് ചെയ്തു? ഗുരു നാനാക്ക് അദ്ദേഹത്തെ, സജൻ തക്കിനെ അഡ്വൈസ് ചെയ്യുന്ന വെച്ചാൽ ഉപദേശിച്ചു. എന്താണ്? ടു ഗീവ് ബാക്ക് ഓൾ ദ സ്റ്റോളൻ വെൽത്ത്, കള്ളയടിച്ച എല്ലാ വെൽത്തും, എല്ലാ സമ്പാദ്യവും ടു ദ പുവർ, ആർക്ക് കൊടുക്കാൻ? പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ. ആൻഡ് ടു ലീവ് ഓണസ്റ്റ്ലി, എന്നിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കാൻ അദ്ദേഹം പറഞ്ഞു. ദെൻ ഓൺ സജൻ ബിഗാൻ എ ലൈഫ് ഹെൽപ്പിംഗ് ദോസ് ഹൂ വിസിറ്റഡ് ഹിസിൻ. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. എങ്ങനെയുള്ള ജീവിതം? ഹെൽപ്പിംഗ് ദോസ് ഹൂ വിസിറ്റഡ് ഹിസിൻ, അദ്ദേഹത്തിൻ്റെ സത്രം സന്ദർശിക്കുന്ന എല്ലാവരെയും സഹായിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിതം അദ്ദേഹം ജീവിച്ചു. ഓക്കെ, ഇത്രയാണ് ആ ഒരു കഥ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഗുരു നാനാക്കിൻ്റെയും ഭായി മർദാനയുടെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്, പിക്ചർ. അടുത്തത് അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിന്ന് എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? എന്തൊക്കെ ആശയങ്ങളാ? ഒന്നാമത്തത് ലീവ് ഓണസ്റ്റ്ലി, അതായത് സത്യസന്ധമായി ജീവിക്കുക. 2, അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ സമ്പാദ്യം ലൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ കൊള്ളയടിക്കുന്നത് അൺജസ്റ്റ്, അന്യായമാണ്. അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ സമ്പാദ്യം കൊള്ളയടിക്കുന്നത് അന്യായം. അടുത്തത് ഹെൽപ്പ് ദ പുവർ, പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ 3 കാര്യങ്ങൾ, ഇനി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗുരു നാനാക്ക് വാസ് ബോൺ ഇൻ 15th century in the village of തൽവണ്ടി, നൗ ഇൻ പാകിസ്ഥാൻ, ഇൻ ഷേഖ്പുര, പഞ്ചാബ്. അതായത് പഞ്ചാബിലെ ഒരു സ്ഥലമാണ് ഷേഖ്പുര, അവിടുത്തെ ഒരു വില്ലേജാണ് തൽവണ്ടി. ഇപ്പോൾ ഈ തൽവണ്ടി എന്ന് പറയുന്ന വില്ലേജ് പാകിസ്ഥാനിലാണ്. അപ്പോൾ ഗുരു നാനാക്ക് 15ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ തൽവണ്ടി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഈ ഗുരു നാനാക്ക് attempted to harmonize the ideas of different religions. അതായത് ഈ ഗുരു നാനാക്ക് അറ്റംപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പരിശ്രമിച്ചു. ടു ഹാർമണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്, പല മതങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ ഹാർമണൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സമന്വയിപ്പിക്കാൻ അറ്റംപ്റ്റ് ചെയ്തു, പരിശ്രമിച്ചു. ഹി ട്രാവൽഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ട്രാവൽ ചെയ്തു. വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് അകത്തും പുറത്തും ട്രാവൽ ചെയ്തു. ഗുരു നാനാക്ക് വാസ് എഗൈൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. ഗുരു നാനാക്ക് ഈ മീനിങ്ലെസ്, അർത്ഥശൂന്യമായ റിലീജിയസ് റിച്വൽസ് എന്ന് വെച്ചാൽ മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് എതിരായിരുന്നു. എഗൈൻസ്റ്റ് എന്ന് വെച്ചാൽ എതിര്. ഹി അറ്റംപ്റ്റ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തു, പരിശ്രമിച്ചു. എന്താണ്? ടു പ്രൊപ്പഗേറ്റ്, പ്രചരിപ്പിക്കാൻ. ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്, ഏകദൈവം എന്ന ഒരു മെസ്സേജ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തു. ഏകദൈവം, വൺ ഗോഡ്, ഒരൊറ്റ ദൈവം എന്ന ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. അടുത്ത പോയിന്റ്,
He promoted the ideals of equality, brotherhood, love, goodness and religious tolerance. He promoted, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിച്ചു, ദ ഐഡിയൽസ്, ഐഡിയൽസ് എന്ന് വെച്ചാൽ ആദർശങ്ങൾ. ഏതൊക്കെ ആദർശങ്ങളാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്? ഇക്വാലിറ്റി, ഇക്വാലിറ്റി സമത്വം, ബ്രദർഹുഡ് സാഹോദര്യം, ലവ് സ്നേഹം, ഗുഡ്നസ്, ഗുഡ്നസ് എന്ന് വെച്ചാൽ നന്മ, ആൻഡ് റിലീജിയസ് ടോളറൻസ്, റിലീജിയസ് ടോളറൻസ് എന്ന് വെച്ചാൽ മതസഹിഷ്ണുത, എല്ലാ മതങ്ങളെയും ഈക്വലായിട്ട് കാണുന്നതിനാണ് റിലീജിയസ് ടോളറൻസ് അല്ലെങ്കിൽ മതസഹിഷ്ണുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഐഡിയൽസ് അല്ലെങ്കിൽ ആദർശങ്ങളെയൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. Caste discrimination, idolatry, pilgrimage, etc. were rejected by him. അതായത് കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ ജാതി വിവേചനം, ഐഡോളാട്രി, ഐഡോളാട്രി എന്ന് വെച്ചാൽ ഈ വിഗ്രഹം വച്ചിട്ടുള്ള ആരാധന, അതിൻ്റെ ഒരു വൺ വേർഡാണ് ഐഡോളാട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഐഡോളാട്രി, പിന്നെ പിൽഗ്രിമേജ്, പിൽഗ്രിമേജ് എന്ന് വെച്ചാൽ തീർത്ഥാടനം, ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? നിരാകരിച്ചു, റിജക്റ്റ് ചെയ്തു. ആര്? നമ്മുടെ ഗുരുനാനാക്ക്. അടുത്തത്, എക്കണോമിക് ഇനിക്വാളിറ്റി വാസ് ക്വസ്റ്റ്യൻഡ് ആൻഡ് പീപ്പിൾ വെയർ എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. എക്കണോമിക് ഇനിക്വാലിറ്റി, അതായത് സാമ്പത്തികമായ അസമത്വങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. അതായത് ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും രണ്ട് തട്ടിലുള്ള ജനങ്ങൾ അല്ലേ, അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവൻ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക അസമത്വങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ചോദ്യം ചെയ്തു. പിന്നെന്താണ്? ആൻഡ് പീപ്പിൾ വെയർ എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. ഇൻടോക്സിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും പിന്തിരിയാൻ ആൾക്കാരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് ആൾക്കാരെ അദ്ദേഹം ഉപദേശിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പീപ്പിൾ വെയർ എൻകറേജ്, ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചു. എന്തെന്ന്? ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. ഇൻടോക്സിക്കൻസ് എന്ന് വെച്ചാൽ ലഹരി വസ്തുക്കൾ, അത് യൂസ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ, അബ്സ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ പിൻവാങ്ങുക, അപ്പോൾ പിൻവാങ്ങാൻ അദ്ദേഹം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, he emphasized the importance of the langar or community kitchen where all the classes of people could eat together. അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ, കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് വെച്ചാൽ ഒരു പൊതു അടുക്കള, പൊതു അടുക്കള, അതിന് പറയുന്ന പേരാണ് ലങ്ങാർ, ലങ്ങാർ എന്ന് പറയുന്ന പൊതു അടുക്കള. കമ്മ്യൂണിറ്റി കിച്ചന് അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി, എംഫസൈസ് ചെയ്തു, വ്യക്തമാക്കി. അടുത്തത്, ഹിസ് ഐഡിയാസ് ലേറ്റർ പേവ്ഡ് ദ വേ ഫോർ ദ ഫോർമേഷൻ ഓഫ് സിക്കിസം. അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ ലേറ്റർ പിന്നീട്, പേവ്ഡ് ദ വേ എന്ന് വെച്ചാൽ വഴിതെളിച്ചു, ഏതിൻ്റെ? ഫോർ ദ ഫോർമേഷൻ ഓഫ് സിക്കിസം, സിക്കിസത്തിൻ്റെ അല്ലെങ്കിൽ സിഖ് മതത്തിൻ്റെ ഫോർമേഷന്, രൂപീകരണത്തിന് വഴിതെളിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മേക്ക് എ നോട്ട് ഓൺ ദ മെത്തേഡ്സ് adopted by Guru Nanak to propagate the ideas of religious tolerance and universal brotherhood. അതായത് മതസഹിഷ്ണുത, പിന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരു നാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തത്, ഗുരു നാനാക്ക് ട്രാവൽഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. അതായത് ഹിസ് തോട്ട്സ്, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുനാനാക്കിൻ്റെ ചിന്തകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. അടുത്ത പോയിന്റ്, ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. അതായത് ഏകദൈവം, അല്ലേ, ഏകദൈവം എന്ന മെസ്സേജ്, എന്ന സന്ദേശം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. അടുത്തത്, ഹി പ്രൊമോട്ടഡ് ദ ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. മതസഹിഷ്ണുത, പിന്നെ ഗുഡ്നസ് എന്ന് പറഞ്ഞാൽ നന്മ, പിന്നെ അതുപോലെ ലവ് സ്നേഹം, ബ്രദർഹുഡ് സാഹോദര്യം, ഇക്വാലിറ്റി സമത്വം, ഇങ്ങനെയുള്ള ഐഡിയൽസ് എന്ന് വെച്ചാൽ ആദർശങ്ങളെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡിയോലാട്രി, പിൽഗ്രിമേജ് എക്സെട്ര വെയർ റിജക്റ്റഡ്. അതായത് കേസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനം, പിൽഗ്രിമേജ് തീർത്ഥാടനം, ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? നിരസിച്ചു, റിജക്റ്റ് ചെയ്തു. അതൊന്നും ഒരു വലിയ കാര്യമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ എക്കണോമിക് ഇനിക്വാളിറ്റി വാസ് ക്വസ്റ്റ്യൻഡ്. സാമ്പത്തികമായ അസമത്വങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. He explained the importance of langar or community kitchen where all classes of people could eat together. അതായത്
ഹി എക്സ്പ്ലെയിൻഡ്, അദ്ദേഹം വിശദീകരിച്ചു ദ ഇമ്പോർട്ടൻസ് ഓഫ് ലങ്കാർ, ലങ്കാറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അതായത് ഇവിടെ ലങ്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ പൊതു അടുക്കള. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കിച്ചൺ, അതാണ് എന്തെന്ന് പറയുന്നത് ലങ്കാർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കിച്ചൺ, അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹി എക്സ്പ്ലെയിൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലങ്കാർ, ലങ്കാറിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. വേർ ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ, ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ലങ്കാർ എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി കിച്ചൺ. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻഡ് എന്ന ആ വേർഡിന് പകരം എംഫസൈസ്ഡ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻഡ് എന്ന് കൊടുത്തു, നിങ്ങൾക്ക് എംഫസൈസ്ഡ് എന്ന് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ ഷോർട്ട് the social and religious activities of Kabir and Guru Nanak ushered in a period of cultural harmony in medieval India. അതായത് മധ്യകാല ഇന്ത്യയിൽ ഈ കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹ്യവും മതപരവുമായ പ്രവർത്തനങ്ങൾ ഒരു സാംസ്കാരിക സമന്വയത്തിന്, കൾച്ചറൽ ഹാർമണി, അതിന് തുടക്കം കുറിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദി ഗ്രന്ഥ് ഗുരു ഗ്രന്ഥ് സാഹിബ് ഈസ് ദ ഹോളി ബുക്ക് ഓഫ് സിക്കിസം, അതായത് സിഖ് മതത്തിൻ്റെ ഹോളി ബുക്ക് എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ത്? ആദി ഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്നത്. ആദി ഗ്രന്ഥ് എന്ന് പറയുന്ന ഹോളി ബുക്ക് ഓഫ് സിക്കിസം അല്ലെങ്കിൽ സിഖ് മതം, അതിൻ്റെ മറ്റൊരു പേരാണ് ഗുരു ഗ്രന്ഥ സാഹിബ്. അപ്പോൾ വിച്ച് വാസ് ദ ഹോളി ബുക്ക് ഓഫ് സിക്കിസം? ഏതാണ്? ഗുരു ഗ്രന്ഥ സാഹിബ് അല്ലെങ്കിൽ ആദി ഗ്രന്ഥ് അതെന്ന് പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ആദി ഗ്രന്ഥ് കണ്ടെയ്ൻസ് റൈറ്റിംഗ്സ് ഓഫ് ഓൾ ദ സിഖ് ഗുരൂസ് ബിഗിനിങ് ഫ്രം ഗുരു നാനാക്ക്. അതായത് ഈ സിഖ് മതത്തിൻ്റെ ആദ്യത്തെ ഗുരു എന്ന് അറിയപ്പെടുന്നത് ഗുരു നാനാക്കാണ്. അപ്പോൾ ആദ്യത്തെ ഗുരുവായ സിഖ് മതത്തിൻ്റെ ആദ്യത്തെ ഗുരുവായ ഗുരു നാനാക്കിൻ്റെ രചനകൾ തൊട്ടുള്ള കാര്യങ്ങളാണ് ഈ ആദി ഗ്രന്ഥിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഗുരു, മൂന്നാമത്തെ ഗുരു, അങ്ങനെ ഈ സിഖ് മതത്തിൽ കുറേ ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ ആദ്യത്തെ ഗുരുവായ ഗുരു നാനാക്കിൻ്റെ രചനകൾ മുതൽ പിന്നീടുള്ള ഓരോ ഗുരുക്കന്മാരുടെയും രചനകൾ ഈ ആദി ഗ്രന്ഥം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് മോണോതീസം ആൻഡ് തോട്ട്സ് അഗൈൻസ്റ്റ് കാസ്റ്റ്, ജെൻഡർ, റേസ് ഡിസ്ക്രിമിനേഷൻ ആർ എംബഡഡ് ഇൻ ഇറ്റ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് മോണോതീസം, മോണോതീസം എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. പിന്നെ ആൻഡ് തോട്ട്സ് അഗൈൻസ്റ്റ് കാസ്റ്റ്, ജെൻഡർ, റേസ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി, ലിംഗം, ജെൻഡർ ലിംഗം, റേസ് വർഗം എന്നിവയിലുള്ള വിവേചനം, അതിനെതിരായിട്ടുള്ള ചിന്തകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർ എംബഡഡ് ഇൻ ഇറ്റ്, അതിൻ്റെ അകത്ത് എംബഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ ഐഡിയാസ് ഓഫ് ജൈനിസം, ബുദ്ധിസം, ഇസ്ലാം എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ആദി ഗ്രന്ഥ്. ആദി ഗ്രന്ഥിൽ പിന്നെ വേറെ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ദ ഐഡിയാസ്, ആശയങ്ങൾ, ഏതിൻ്റെയൊക്കെ? ജൈനിസം, ജൈനമതം, ബുദ്ധിസം, ബുദ്ധമതം, ആൻഡ് ഇസ്ലാം മതം, ഇതിൻ്റെയൊക്കെ ആശയങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോർഷൻ അടുത്ത ക്ലാസ്സിലിടാം കേട്ടോ.